ഹായ് ഓൾ, എല്ലാവർക്കും യൂണിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ LP-UP ഇൻ്റർവ്യൂവിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് കേട്ടോ. നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണുമല്ലോ അല്ലേ. നമ്മുടെ പച്ചക്കറിത്തോട്ടവും മാത്തമാറ്റിക്സുമായി എന്താണ് ബന്ധം അല്ലേ? ഹോബി നമ്മുടെ പച്ചക്കറിത്തോട്ടം അല്ലെങ്കിൽ വെജിറ്റബിൾ ഗാർഡൻ എന്നോ അല്ലെങ്കിൽ ഗാർഡനിങ് എന്നോ വെക്കുന്നവർക്ക് മാത്സുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പച്ചക്കറിത്തോട്ടം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതിൽ നിന്നും എന്തൊക്കെ മാത്സ് നമുക്ക് പഠിക്കാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഇത് നിങ്ങളിൽ ഒരാൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കിയിരിക്കാം. ഇപ്പം നമ്മൾ ഒരു പച്ചക്കറിത്തോട്ടം ആണ് നമ്മുടെ ഹോബി ആയിട്ട് വെക്കുന്നതെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നത് എന്തൊക്കെ പച്ചക്കറികളാണ് നിങ്ങളവിടെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെ പച്ചക്കറി തോട്ടം നിർമ്മിക്കാൻ അവരെ എങ്ങനെ പ്രാപ്തരാക്കാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നത്. പക്ഷേ അവരെന്താ ചോദിക്കുന്നത്, അതിനെ മാത്സുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പച്ചക്കറി തോട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാത്സിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് ഏരിയ അല്ലേ, വിസ്തീർണം. നമ്മളെപ്പോഴും ഒരു തോട്ടം നിർമ്മിക്കുമ്പോൾ എത്ര ഏരിയയിലാണ് അല്ലെങ്കിൽ എത്ര വിസ്തീർണത്തിലാണ് നിർമ്മിക്കേണ്ടത് എന്നൊരു ഐഡിയ നമുക്കുണ്ടാകും. അപ്പോൾ ഒരു പച്ചക്കറി തോട്ടം വെച്ചിട്ട് നമുക്ക് ആ ഒരു രൂപത്തിൻ്റെ അത് എന്ത് ഷേപ്പാണോ ഉള്ളത് അല്ലേ, ഇപ്പോൾ ഒരു ചതുരമായിക്കോട്ടെ, സമചതുരമായിക്കോട്ടെ, സർക്കിൾ ആയിക്കോട്ടെ, ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഏത് ഷേപ്പിലാണെങ്കിലും അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനായിട്ട് കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഓരോന്നിൻ്റെയും വിസ്തീർണം കണ്ടെത്താനുള്ള ഫോർമുലയും കൂടി ഓർത്തു വെച്ചേക്കുക. വിസ്തീർണം എന്ന് പറയുന്നത് ഏരിയയാണ്. നമ്മുടെ കയ്യിലുള്ളത് ഒരു സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A² അല്ലേ, വശം ഗുണം വശമാണ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, നമ്മുടെ കയ്യിലുള്ളത് ഒരു ചതുരമാണെങ്കിൽ അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ, ത്രികോണമാണെങ്കിൽ അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ½ ആണ് അല്ലേ, ½ ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നു. അടുത്ത് നമ്മുടെ കയ്യിലുള്ളത് ഒരു സർക്കിൾ ആണെങ്കിൽ, വൃത്തമാണെങ്കിൽ അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല πr² ആണ്. ഇവിടെ r എന്ന് പറയുന്നത് ആരമാണ്, റേഡിയസ് ആണ് എന്നൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്കൊരു പച്ചക്കറി തോട്ടത്തിൽ നിന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ കുട്ടികൾക്ക് ആ ഒരു പച്ചക്കറി തോട്ടത്തിൻ്റെ ഷേപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വിവിധ ഷേപ്പുകൾ പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ ഇത് കാണിച്ചു കൊടുത്ത് ഓരോ ഷേപ്പ് പറയാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ ചുറ്റളവ് കണ്ടെത്താനായിട്ട് പറ്റും അല്ലേ, ചുറ്റളവ് കണ്ടെത്താനായിട്ട് പറ്റും. ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്, ചുറ്റുമുള്ള അളവാണ് അല്ലേ. ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള അളവിനെയാണ് നമ്മൾ ചുറ്റളവ് എന്ന് പറയുന്നത്. ആ വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ചുറ്റളവ് കിട്ടും. അപ്പോൾ ഏത് ഷേപ്പിലുള്ളതാണോ നമ്മുടെ പച്ചക്കറി തോട്ടം ആ ഒരു ഷേപ്പിൻ്റെ ചുറ്റളവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞത് ഭാഗിക്കൽ അല്ലേ. തുല്യമായി ഭാഗിക്കാം അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിൽ ഭാഗിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാം. നമുക്കിപ്പോൾ ഒരു സ്കൂളിലാണ് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഒരു ക്ലാസ്സിന് വീതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഭാഗിച്ചു കൊടുക്കുക. അപ്പോൾ തുല്യമായി ഭാഗിക്കണമെങ്കിൽ എങ്ങനെ തുല്യമായി ഭാഗിക്കാം, ഏതൊക്കെ രീതിയിൽ തുല്യമായി ഭാഗിക്കാം എന്നുള്ള കോൺസെപ്റ്റ് ആ ഒരു പച്ചക്കറി തോട്ടം വെച്ച് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ആ ഒരു നമ്മൾ ഭാഗിക്കുന്നില്ലേ, ഓരോ സ്ഥലത്തും ഭാഗിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അംശബന്ധം അല്ലേ, അംശബന്ധവും അനുപാതവും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. മൊത്തത്തിൻ്റെ എത്ര ഭാഗത്താണ് ഓരോ പച്ചക്കറിയും നട്ട് വെച്ചേക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ എല്ലാം നമ്മളൊരു പച്ചക്കറി തോട്ടത്തിൽ, നമ്മളുണ്ടാക്കുന്ന പച്ചക്കറി തോട്ടത്തിൽ എന്തായാലും എല്ലാം ഒരേ തരം പച്ചക്കറി ആയിരിക്കില്ലല്ലോ. നമ്മൾ അതിൻ്റെ സ്ഥലപരിമിതി അനുസരിച്ച് ഓരോരോ പച്ചക്കറികളായിട്ടായിരിക്കും നമ്മൾ നടുന്നത്. കുറച്ച് ഭാഗത്ത് ചീര, വെണ്ട, തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നടുന്നത്. അപ്പോൾ എന്താണ്, മൊത്തത്തിലുള്ള ഭാഗത്തിൻ്റെ എത്ര ഭാഗത്താണ് ചീര നിൽക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ചീരയും നിൽക്കുന്ന സ്ഥലവും നമ്മുടെ വെണ്ട നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള അനുപാതം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അങ്ങനെ പലതരം ആപ്ലിക്കേഷനാണ് നമുക്കൊരു പച്ചക്കറി തോട്ടം വഴി വരുന്നത്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കൈവശമുള്ളത് ഒരു സമചതുരാകൃതിയിലുള്ള ഒരു പച്ചക്കറി തോട്ടമാണെന്നിരിക്കട്ടെ. ഞാനതിനെ 8 ഭാഗങ്ങളാക്കി തുല്യമായി വിഭജിക്കുകയാണെന്ന് കരുതുക. 8 ഭാഗങ്ങളാക്കി തുല്യമായി വിഭജിക്കുന്നു. അതിൽ ഞാൻ 2 ഭാഗത്ത് ചീര നടുകയാണ്. അപ്പോൾ എത്ര തുല്യ ഭാഗമാണ്, 8 തുല്യ ഭാഗങ്ങളാക്കുന്നു. 2 ഭാഗത്ത് ചീരയും 3 ഭാഗത്ത് വെണ്ടയുമാണ് നടുന്നത്.
അങ്ങനെയാണെങ്കിൽ നമ്മളോട് കുട്ടികൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഈ ഒരു പച്ചക്കറി തോട്ടത്തിൻ്റെ ആകെ എത്ര ഭാഗമാണ് ചീര നട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും 2/8 എന്ന് പറയും അല്ലേ. നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്നത് ടോട്ടൽ എത്ര ഭാഗമുണ്ടോ അതാണ് വരുന്നത്. ന്യൂമറേറ്ററിൽ ആ ഭാഗങ്ങളിൽ എത്ര ഭാഗത്താണോ ചീര നട്ടേക്കുന്നത് അതാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രാക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, ഒരു പച്ചക്കറി തോട്ടം ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുട്ടികളെ എണ്ണാനായിട്ട് പഠിപ്പിക്കുക. ഓരോ സ്ഥലത്തും നിൽക്കുന്ന എത്ര ചീരത്തൈയുണ്ട് കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം അല്ലേ. 1 2 3 4 അങ്ങനെ കൗണ്ട് ചെയ്യാനായിട്ട് കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാവുന്നതാണ്. ഇനി അതുപോലെ നമ്മൾ ഇതൊക്കെ വിളവെടുപ്പ് നടക്കുന്ന സമയത്ത് എത്ര എണ്ണം കിട്ടിയെന്ന് എണ്ണി പറയാം. അതുപോലെ അതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യാനായിട്ട് ഇപ്പോൾ എത്ര കിലോ വെണ്ടയ്ക്ക കിട്ടി, എത്ര കിലോ തക്കാളി കിട്ടി, അങ്ങനെ തൂക്കി നോക്കി അതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ യൂണിറ്റുകളെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ചിലപ്പോൾ നമുക്ക് കിലോഗ്രാം ഒന്നും കിട്ടിയെന്ന് വരില്ല, ഗ്രാമായിരിക്കും, 500 ഗ്രാമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ മുളകൊക്കെ ആണെങ്കിൽ വളരെ ഭാരം കുറവുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പം ഒരു ഏകദത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു അളവിൻ്റെ തന്നെ വിവിധ യൂണിറ്റുകൾ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ആ ഒരു സ്ഥലത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് കുട്ടിയെ സെൻറ്റിമീറ്ററിൽ പഠിപ്പിക്കാം, അതുപോലെ മീറ്ററിലാക്കാൻ പഠിപ്പിക്കാം, മില്ലിമീറ്ററിലാക്കാൻ പഠിപ്പിക്കാം. അങ്ങനെ ഈ മെഷർമെൻറ്റിൻ്റെ കൺവേർഷൻ, യൂണിറ്റ് കൺവേർഷൻ നമുക്ക് ഈ ഒരു പച്ചക്കറി തോട്ടം വഴി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ അതിനകത്തുള്ള ഒരു ചില പച്ചക്കറി തോട്ടങ്ങളിൽ നമ്മൾ ഒരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്തുള്ള അതിൻ്റെ ഒരു വോളിയം എങ്ങനെയാണ്, എത്ര ഹൈറ്റ് ഉണ്ടാവണം, പിന്നെ അതുപോലെ ഫുഡ് കൊടുക്കുന്ന അളവ്, നമ്മുടെ പച്ചക്കറിക്കാണെന്നുണ്ടെങ്കിൽ വളങ്ങൾ കൊടുക്കുന്ന അളവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ പച്ചക്കറി തോട്ടം വെച്ചിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഒരു പച്ചക്കറി തോട്ടം ഹോബി വെക്കുന്നവർ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അവിടെ ഇരുന്ന് ടെൻസ്ഡ് ഒന്നും ആകണ്ട. നമുക്ക് പലതരം കാര്യങ്ങൾ ഈ ഒരു പച്ചക്കറി തോട്ടം കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ജൈവ വൈവിധ്യ ഉദ്യാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറി തോട്ടമൊക്കെ ഹോബി വെക്കുന്നവർക്ക് വളരെയധികം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കുട്ടികളിലെ ആ ഒരു സർഗശേഷി ഒക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളാൽ കഴിയുന്ന ആസ് എ ടീച്ചർ എന്ന നിലയ്ക്ക് കുട്ടികളെ എങ്ങനെയൊക്കെ ഇതിനെ പ്രാപ്തരാക്കാം, കുട്ടികൾക്ക് എന്തൊക്കെ ഗൈഡൻസ് കൊടുക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുമായിട്ട് കോറിലേറ്റ് ചെയ്ത് എങ്ങനെ ഈ ഒരു പച്ചക്കറി തോട്ടം കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളും കൂടി ഓർത്തിരിക്കുക. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മൾ അതിനുള്ളിലെ പച്ചക്കറികൾ എന്താ, അതിൻ്റെ വിവിധ ഇനങ്ങൾ എന്താ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അവരെന്താ ചോദിക്കുന്നത്, ടീച്ചറെ പച്ചക്കറി തോട്ടമാണല്ലോ ഹോബി, ടീച്ചറെ പച്ചക്കറി തോട്ടത്തെ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്സുമായി ബന്ധിപ്പിക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് കൺഫ്യൂസ്ഡ് ആവരുത്, അയ്യോ പച്ചക്കറി തോട്ടമോ മാത്തമാറ്റിക്സോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. മാത്സിൻ്റെ ഒട്ടനവധി കോൺസെപ്റ്റ് നമുക്കൊരു പച്ചക്കറി തോട്ടത്തിൽ നിന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ കുറച്ചധികം കോൺസെപ്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു പച്ചക്കറി തോട്ടം തന്നിരുന്നാൽ നമുക്ക് അത് വെച്ചിട്ട് മാത്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് വിസ്തീർണം അല്ലെ, ഏരിയ, അതുപോലെ ചുറ്റളവ്, അതിൻ്റെ ഷേപ്പുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. തുല്യമായി ഭാഗിക്കലും തുല്യമല്ലാത്ത രീതിയിലുള്ള ഭാഗിക്കലും പറയാം. അംശബന്ധവും അനുപാതവും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. കുട്ടികൾക്ക് എണ്ണാൻ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും. ഇനി മെഷർമെൻറ്റ്, അളവുകൾ അല്ലേ, വളങ്ങളുടെ ആയാലും വെള്ളത്തിൻ്റെ ഒക്കെ ആയാലും അളവുകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ യൂണിറ്റ് കൺവേർഷൻ അല്ലേ, യൂണിറ്റ് കൺവേർഷൻ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ നമുക്ക് ഒരു മാസം കിട്ടുന്നത് ഗ്രാമിലായിരിക്കും കിട്ടുന്നത്. ഗ്രാമിലുള്ള നമ്മൾ വെയിറ്റ് വെച്ച് ത്രാസ് വെച്ച് തൂക്കി നോക്കുമ്പോൾ ഇത്ര ഗ്രാം ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ അതെന്താവും, കിലോഗ്രാം ആവും. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും, ടീച്ചറെ കഴിഞ്ഞ മാസം ഇത് ഗ്രാം എന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ അത് കിലോഗ്രാം ആയല്ലോ. നമ്മൾ ചിലപ്പോൾ 500 ഗ്രാം എന്ന് പറഞ്ഞിട്ട് അടുത്ത മാസം ആകുമ്പോൾ നമ്മൾ 1 കിലോ എന്ന് പറയും. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ 500 എന്ന് പറയുന്ന നമ്പറാണ് വലുത്. പക്ഷേ ആ ഒരു യൂണിറ്റിലെ വ്യത്യാസം കുട്ടിക്ക് ആ ഒരു സമയം മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ഒരു പച്ചക്കറി തോട്ടം വെച്ചിട്ട് നമുക്ക് 500 ഗ്രാമിനെക്കാളും വലുതാണ് 1 കിലോഗ്രാം എന്നൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്
കഴിയുന്നതാണ്. അതുപോലെ വെയിറ്റ് നോക്കാൻ അല്ലേ, വെയിറ്റ് നോക്കാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാം. എങ്ങനെയാണ് വെയിറ്റ് നോക്കേണ്ടത്, തുല്യമായിട്ട് എങ്ങനെയാണ് ത്രാസ് ഉപയോഗിച്ച് വെയിറ്റ് നോക്കേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പച്ചക്കറിത്തോട്ടം വഴി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കണ്ടൻറ്റുകൾ ഈ ഒരു പച്ചക്കറിത്തോട്ടം വെച്ച് മാക്സിമമായി റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.